ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് വെച്ചിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉപ്പും വെള്ളവും ചേർക്കാതെ ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് കുറച്ച് വേവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. അടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. പെരുംജീരകം എടുത്തിട്ടുണ്ട്, 6 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ പൊടികൾ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ജീരകത്തിൻ്റെ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉല കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി ബീഫിലുള്ള വെള്ളമാണ്, വേറെ വെള്ളം അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തത് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ ഒരുവിധം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ മാത്രമേ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് കോരി മാറ്റാം. ബീഫൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം സെയിം ഓയിലിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. തൊലിയോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ ക്വാണ്ടിറ്റീനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 3-4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി എല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട്. അടുത്തത് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. കുക്കറിലാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് ഇതൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇവിടെ ചട്ടിയിലാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില അതുപോലെ മട്ടൻ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വരുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചട്ടിയിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് 2-3 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സൈഡിൽ തന്നെ ഉമ്മ പറഞ്ഞു തന്നതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല റൈസ് അതുപോലെ ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു പോയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസിൽ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.